ഒഴിവ് കഴിവ് ഇന്നത്തെ ദിവസം എളുപ്പമാക്കുന്നു, പക്ഷെ നാളെ കൂടുതൽ കഠിനമാക്കുന്നു. അച്ചടക്കം ഇന്നത്തെ ദിവസം പ്രയാസകരമാക്കുന്നു, എന്നാൽ നാളെ എല്ലാം എളുപ്പമാക്കുന്നു. ഒറ്റപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ്. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ട് കൂടിയാണ്. ജീവിതത്തിൽ ആരും ഇല്ല എന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ആരെങ്കിലുമൊക്കെയാവും പലപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെയായി മാറുന്നത്. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക. ബഹുമാനം മനുഷ്യരോടല്ല, അത് ആവശ്യങ്ങളോടാണ്. ആവശ്യം കഴിയുമ്പോൾ ബഹുമാനവും അവസാനിക്കുന്നു. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത്, അവിടെ നിന്നും മൗനമായി പിന്മാറണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത്, അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത്, അവരുടെ മുന്നിൽ തല ഉയർത്തി ജീവിക്കാൻ പഠിക്കണം. മനസ്സ് ഒരു ചേമ്പിലെ പോലെ ആവണം. വന്ന് ചേരുന്നതിനെയെല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകിയിറക്കുന്ന ചേമ്പില പോലെ. മനുഷ്യനോളം വിചിത്രമായ ഒരു ജീവി ഈ ലോകത്തിൽ കാണില്ല. നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ, ജീവിതകാലം മുഴുവനും ഒരാളെ ഓർത്ത് ജീവിക്കുന്നവർ. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കലും വില കുറച്ച് കാണരുത്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തി നിങ്ങൾക്കുണ്ട്. വെല്ലുവിളികളാണ് ജീവിതത്തെ രസകരമാക്കുന്നത്. അവയെ തരണം ചെയ്യുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ദിശയിലേക്ക് ആത്മവിശ്വാസത്തോടെ പോവുക. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം സന്തോഷത്തോടെ നയിക്കുക. വീഴ്ചകൾ സ്വാഭാവികമാണ്, പക്ഷേ ആ വീഴ്ചയിൽ പതറാതെ വീണ്ടും ഓടാൻ മനസ്സുള്ളവർക്കേ വിജയം ഉണ്ടാവുകയുള്ളൂ. പരിഗണന എന്നത് പലരിൽ നിന്നും കിട്ടാത്ത അമൂല്യമായ കാര്യമാണ്. അത് തരുന്നവരെ നഷ്ടപ്പെടുത്താതെ ആത്മാർത്ഥമായി ചേർത്തു പിടിക്കുക. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. ചില ബന്ധങ്ങൾ മെഴുകുതിരി വെട്ടം പോലെയാണ്. ആദ്യം അത് ഉരുകി നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു. ഒരു നാൾ അത് മുഴുവനായി അസ്തമിക്കും. പിന്നെ ഉരുകുന്നത് മുഴുവൻ നമ്മളായിരിക്കും. എത്ര തന്നെ പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും. ഏതൊരു വ്യക്തിയുടെയും വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള നമ്മുടെ സമീപനമാണ്. 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നത്. എല്ലാവരും സ്വപ്നം കാണുന്നു, പക്ഷെ ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുന്നവർ മാത്രമേ
വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ. എത്ര തവണ വഞ്ചിക്കപ്പെട്ടു എന്നതിന് അത്ര തവണ തന്നെ വീണ്ടും വിശ്വസിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു.